നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 15 ഈ ശിവരാത്രി ചില നക്ഷത്രക്കാർക്ക് ജീവിതം തന്നെ മറിച്ചിടുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ ഏത് നക്ഷത്രക്കാരനാണ് അല്ലെങ്കിൽ ഏത് നക്ഷത്രക്കാരിയാണ്? ഇതിൽ പറയുന്ന 5 നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ ശിവരാത്രിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റാൻ പോകുന്നത്. ഏറ്റവും ആദ്യം തന്നെ ശിവരാത്രിയുടെ രഹസ്യത്തെക്കുറിച്ച് പറയാം. ജ്യോതിഷത്തില് ശിവരാത്രി എന്നത് സാധാരണ ഒരു വ്രത ദിവസമല്ല. ഇത് ശനി, ഗുരു, ചന്ദ്രൻ, രാഹു ഇവയുടെ ഊർജം ഒരുമിച്ച് ശക്തമാകുന്ന അത്യപൂർവ സമയമാണ്. 2026 ശിവരാത്രിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ശനി എന്ന് പറയുന്നത് കർമ്മഫലം ശക്തമാക്കുന്നതാണ്. ഗുരു ഭാഗ്യവാതിൽ തുറക്കുന്നു. ചന്ദ്രൻ മനസ്സിന്റെ ദുഃഖം നീക്കുന്നു. രാഹു അപ്രതീക്ഷിത മാറ്റങ്ങൾ നൽകുന്നു. അതുകൊണ്ടാണ് ഈ ശിവരാത്രി ചില നക്ഷത്രക്കാർക്ക് വിധി മാറുന്ന സമയമായി തീരുന്നത്. നിങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാകാം, എൻ്റെ ജീവിതം എപ്പോഴാണ് മാറുക? സത്യം പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ശിക്ഷയല്ല, അത് ഭഗവാന്റെ തയ്യാറെടുപ്പായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ശിവരാത്രിയോടുകൂടി മഹാഭാഗ്യം തേടിയെത്തുന്ന 5 നക്ഷത്രക്കാരെ കുറിച്ചും ശിവരാത്രിയിലെ ഈ 5 നക്ഷത്രക്കാരും ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ 5 നക്ഷത്രക്കാരിൽ നിങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. 2026 ഫെബ്രുവരി 15 ഞായറാഴ്ച. ഈ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്: ശിവക്ഷേത്ര ദർശനം. ജോലി തിരക്കായിക്കൊള്ളട്ടെ, ബിസിനസ് ആയിക്കൊള്ളട്ടെ, ജീവിതത്തിലെ ഏത് തിരക്കായാലും ശരി, എല്ലാം മാറ്റിവെച്ച് ഈ ദിവസം നിങ്ങൾ മഹാദേവനെ കാണണം. നിങ്ങൾ വിദേശത്താണെങ്കിൽ പോലും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ഒരു പിൻവിളക്ക് നടത്തിച്ചാൽ മതി. ജ്യോതിഷത്തിൽ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പിൻവിളക്ക് എന്ന് പറയുന്നത് പഴയ കർമ്മങ്ങൾ ശുദ്ധീകരിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ഉപായമാണ്. രുദ്രാഭിഷേകം എന്ന് പറയുന്നത് ദുഃഖം കഴുകി മാറ്റുന്ന ദൈവിക പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഈ ശിവരാത്രിയിൽ രുദ്രാഭിഷേകവും പിൻവിളക്കും ഇത്ര ശക്തമാകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും എല്ലാവരും ക്ഷേത്രദർശനം നടത്തുക. ഇനി ഏതെങ്കിലും കാരണവശാൽ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്നില്ല, ഈ പറഞ്ഞതുപോലെ വിദേശത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും ഓൺലൈനായിട്ട് വഴിപാട് രസീത് ചെയ്യുന്നുണ്ട്. ഇനി വീട്ടിലുള്ള മറ്റംഗങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞെങ്കിലും ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുതരും. ഇനി അടുത്തതായിട്ട് ഈ ശിവരാത്രിയിൽ മഹാഭാഗ്യം ലഭിക്കുന്ന 5 നക്ഷത്രക്കാരൊക്കെയാണ് എന്നുള്ളത് പറയാം. ഒന്നാമത്തെ നക്ഷത്രം രോഹിണിയാണ്. രണ്ടാമത്തെ നക്ഷത്രം മകേര്യം. മൂന്നാമത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ്. നാലാമത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. അഞ്ചാമത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. ഇവയെല്ലാം സാധാരണ നക്ഷത്രങ്ങളല്ല. 2026 ശിവരാത്രിയോടുകൂടി ഗ്രഹസ്ഥാനത്തിന്റെ പ്രത്യേകത കൊണ്ട് ഇവയ്ക്ക് അസാധാരണ ഭാഗ്യമാണ് ലഭിക്കാൻ പോകുന്നത്. ഇനി ഇതിലെ ഓരോ നക്ഷത്രക്കാരും ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പറയാം. ഏറ്റവും ആദ്യം തന്നെ രോഹിണി നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, രോഹിണി നക്ഷത്രക്കാര് കഴിഞ്ഞ കുറെ കാലമായിട്ട് ജീവിതത്തിൽ വലിയ സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജ്യോതിഷപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശനി ജീവിതത്തിലെ തടസ്സങ്ങളെയാണ് കാണിക്കുന്നത്. രാഹു മാനസിക സമ്മർദ്ദത്തെയാണ് കാണിക്കുന്നത്. ചന്ദ്രൻ വികാരപരമായ വേദനയാണ് സമ്മാനിച്ചത്. പല രോഹിണി നക്ഷത്രക്കാരും ഉള്ളിൽ ചോദിച്ചിരുന്നു, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷേ 2026 ശിവരാത്രി മുതൽ രോഹിണി നക്ഷത്രക്കാർക്ക് ശനിദോഷം ശമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് ശിവലിംഗത്തിന് പാലഭിഷേകം നടത്തുക. ഭഗവാന് വെള്ളപ്പൂക്കൾ അർപ്പിക്കുക. ഒരു പിൻവിളക്ക് വഴിപാട് നടത്തുക. ഓം നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം. കടബാധ്യതകൾ കുറയും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും.
കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കും. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ശിവരാത്രി പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് എന്ന് തന്നെ പറയാം. ഇനി അടുത്തത് മകൈര്യം നക്ഷത്രമാണ്. മകൈര്യം നക്ഷത്രക്കാര് സ്വന്തം ജീവിതം മറന്ന് മറ്റുള്ളവർക്കായിട്ട് ജീവിച്ചവരാണ്. ജ്യോതിഷത്തിൽ പറയുന്നത് ഗുരു വൈകിയ ഭാഗ്യമാണ്. ശനി പരിശ്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രൻ ആത്മസംഘർഷത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് മകൈര്യം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വൈകി വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക, അരിയോ വസ്ത്രങ്ങളോ ദാനം ചെയ്യുക, ശിവപുരാണം വായിക്കുക, അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അപ്രതീക്ഷിത ഭാഗ്യമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. വിവാഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം നേരിട്ടവരാണെങ്കിൽ വിവാഹയോഗം അടുത്തു തന്നെ കാണുന്നുണ്ട്. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്ന ഒരു സമയമായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ. മകൈര്യം നക്ഷത്രക്കാർക്ക് ഈ ശിവരാത്രി ഭാഗ്യവാതിൽ തുറക്കുന്ന ദിവസമായിരിക്കും. ഇനി അടുത്തതായിട്ട് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർ പുറമേ ചിരിച്ചെങ്കിലും ഉള്ളിൽ തകർന്നവരാണ്. ജ്യോതിഷത്തില് രാഹു അനിശ്ചിതത്വത്തെയാണ് കാണിക്കുന്നത്. ശനി വൈകിയ ഫലങ്ങളെയാണ് കാണിക്കുന്നത്. ചന്ദ്രൻ മാനസിക വേദനയാണ് കാണിക്കുന്നത്. പൂയം നക്ഷത്രക്കാർ ശിവരാത്രി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് കുങ്കുമം അർപ്പിക്കുക. രണ്ടാമതായിട്ട് വെള്ള അരി ദാനം ചെയ്യുക. മൂന്നാമതായിട്ട് ശിവക്ഷേത്രത്തില് പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കുക. നാലാമതായിട്ട് ശിവനാമം എഴുതി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാനസിക സമാധാനം കൈവരും എന്നുള്ളതാണ്. ആരോഗ്യമായിട്ടുള്ള പുരോഗതി കൈവരിക്കും. ആരോഗ്യപരമായിട്ട് നിങ്ങൾ ഒരല്പം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, അതിനൊക്കെയും ഒരു മാറ്റം ഉണ്ടാകും. നഷ്ടപ്പെട്ട അവസരങ്ങൾ നിങ്ങൾക്ക് തിരികെ വരും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പൂയം നക്ഷത്രക്കാർക്ക് ഈ ശിവരാത്രി ഒരു പുനർജന്മം പോലെയാണ്. ഇനി അടുത്തതായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാം. ഉത്രട്ടാതി നക്ഷത്രക്കാർ വലിയ സ്വപ്നങ്ങൾ കണ്ടവരാണ്. പക്ഷേ അവ യാഥാർത്ഥ്യമാകാത്തതുകൊണ്ട് നിരാശരായവരാണ് ഇക്കൂട്ടത്തിൽ 90% ആളുകളും. ജ്യോതിഷത്തില് ഗുരു വലിയ സാധ്യതയാണ് കാണിക്കുന്നത്. പക്ഷെ ശനി വൈകിയ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ഈ ഒരു ശിവരാത്രി ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ജലാഭിഷേകം നടത്തുക, നീലപ്പൂക്കള് ഭഗവാന് സമർപ്പിക്കുക, ഉപവാസം അനുഷ്ഠിക്കുക, ധ്യാനം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, കരിയറിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെ ഉണ്ടാകും. വിദേശ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ 100% ഉറപ്പായിട്ടും ഈ ശിവരാത്രിയോടുകൂടി വലിയ രീതിയിലുള്ള വളർച്ച തന്നെ ഉണ്ടാകും. ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ശിവരാത്രി വിധി മാറുന്ന സമയമാണ്. ഇനി അടുത്തതായിട്ട് വിശാഖം നക്ഷത്രത്തെ കുറിച്ച് പറയാം. വിശാഖം നക്ഷത്രക്കാർ ഭാഗ്യം അടുത്തെത്തിയിട്ടും അതിനെ പിടിക്കാനാകാതെ പോയവരാണ്. ജ്യോതിഷത്തില് രാഹുവും ഗുരുവും അപ്രതീക്ഷിത വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ശിവരാത്രി ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ: ഒന്ന്, രുദ്രാഭിഷേകം നടത്തുക എന്നുള്ളതാണ്. ശിവഭഗവാന് പിൻവിളക്ക് വഴിപാടായിട്ട് സമർപ്പിക്കുക, നന്ദി പ്രാർത്ഥന ചെയ്യുക, ദാനം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള വളർച്ച നിങ്ങളിലേക്ക് കൈവരുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരികെ വരും. ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കാനായിട്ട് സാധിക്കും. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ശിവരാത്രി സുവർണകാലത്തിന്റെ തുടക്കമാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് നക്ഷത്രക്കാരനായാലും ഏത് നക്ഷത്രക്കാരിയായാലും ഈ ശിവരാത്രിയിൽ മഹാദേവനെ ഓർത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം അത് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങളുടെ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഈ 5 നക്ഷത്രത്തിൽ പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഈ വീഡിയോ പങ്കുവയ്ക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർ ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പായിട്ടും അവർക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.